ഇനിയിപ്പോൾ ഒരു ഓഫറുള്ളത്, ചോദിക്കുന്ന സ്ഥലത്ത് മകൾക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാം എന്നൊരു ഉറപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് എന്ന് കരക്കമ്പി. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഒരു ക്രൈസ്തവ സഭയിലെ ഉത്തരവാദപ്പെട്ട ആളുടെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കാമെങ്കിൽ കേരളത്തിലെ നായന്മാരുടെ പോപ്പിൻ്റെ മകൾക്കൊരു സീറ്റ് കൊടുത്താൽ എന്താ കുഴപ്പം? ഈ ധനലക്ഷ്മി ബാങ്ക് വിവാദത്തിൽ നടപടി ഉണ്ടാവത്തില്ല, പോലീസ് കേസെടുക്കത്തില്ല തുടങ്ങിയ ഉറപ്പുകൾ കൊടുത്തു. കേരളത്തിലെ CPM-ലെ ട്രബിൾ ഷൂട്ടറായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്ന ആരെന്നറിയാം? ദേവസ്വം മന്ത്രി വിജയൻ ഭാസ്കറാണ്. ഒരു പ്രശ്നമുണ്ടായ പ്രശ്നം പരിഹരിക്കാൻ കരുക്കൾ നിൽക്കുന്നത് ഇപ്പോൾ വാസവനാണ്. CPM ഇപ്പോൾ ശബരിമലയെ സംരക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിക്കൊണ്ട് പമ്പയിൽ സംഗമത്തിന് വന്നത് വഴി നൽകുന്ന സന്ദേശം എന്താണ്? ഒപ്പം യോഗി ആദിത്യനാഥിൻ്റെ കത്ത് വായിക്കുകയും ചെയ്തു. അപ്പോൾ CPM പക്കാ ഹിന്ദുയിസം കളിക്കുകയാണ്. NSS അവരുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയതായിട്ട് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. എന്താ രാഷ്ട്രീയ നിലപാട്? അത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ വിശദീകരിച്ചില്ലേ? അത് CPM-ന്റെ കൂടെയാണ്. CPM ഇപ്പോൾ ശബരിമലയെ സംരക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതെ. അപ്പോൾ NSS-ന് ഇപ്പോൾ പരാതിയില്ല. അതായത് ശബരിമല സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം പിൻവലിക്കണമെന്ന് ആവശ്യമില്ല. NSS-ൽപ്പെട്ട ഒരുപാട് പേർ കേരളത്തിൽ ഉടനീളം കേസുകളിൽ പ്രതിയാണ്. അതെ. ആ കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യമില്ല. ഇപ്പോൾ ഇന്നത്തെ ഈ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഒരു വാർത്തയുണ്ട്, 2-3 വാർത്തകളുണ്ട് NSS-മായി. ഒരു വാർത്ത, കേരളത്തിലെ CPM-ലെ ട്രബിൾ ഷൂട്ടറായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്ന ആരെന്നറിയാം? ദേവസ്വം മന്ത്രി വിജയൻ ഭാസ്കറാണ്. ഒരു പ്രശ്നമുണ്ടായ പ്രശ്നം പരിഹരിക്കാൻ കരുക്കൾ നിൽക്കുന്നത് ഇപ്പോൾ വാസവനാണ്. നമുക്ക് അഭിമാനിക്കാം, കാരണം നമ്മുടെ ഒരു നല്ല മന്ത്രിയാണ്, കോട്ടയം ജില്ലക്കാരനാണ്. ഞാൻ സിനിമയുടെ കാര്യമാണ്, എൻ്റെ ജില്ലക്കാരനാണ്. അദ്ദേഹം ഒരു ജെന്റിൽമാൻ പൊളിറ്റീഷ്യനാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ട്രബിൾ ഷൂട്ടറായിട്ട് CPM-ലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ CPM-നെ സേവ് ചെയ്യുന്ന ആളായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത്. ശരിയാണ്. NSS-നെ CPM-ലോട് അടുപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ സംഭാവന വലുതാണ്. ഈ പറഞ്ഞ പോലെ ഈ വ്യാജരേഖ കേസുണ്ടായി സുകുമാരൻ നായരുടെ മകളുടെ ഭർത്താവ്, മരുമകൻ ജയിലിൽ പോകുന്ന സ്ഥിതി ഉണ്ടാക്കിയതിന് തടയിട്ടിരിക്കുന്നത് വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തും ചേർന്നാണ് എന്നാണ് കരക്കമ്പി. NSS ഒരു ജാതി സംഘടനയാണ്, നായന്മാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള നായർ സർവീസ് സൊസൈറ്റിയാണ്. ഈ നായർ സർവീസ് സൊസൈറ്റി ഒരിക്കലും രാഷ്ട്രീയ നിലപാടെടുത്തിട്ടില്ല. ഇപ്പോൾ പരസ്യമായി CPM-ന് അനുകൂലമായി, പേര് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായ നിലപാടെടുത്തിരിക്കുന്നു. ഇത് NSS-ൻ്റെ പ്രഖ്യാപിത നയത്തിനെതിരാണ്. പ്രത്യേകിച്ച് ശബരിമല സംഭവമൊക്കെ ഉണ്ടായപ്പോൾ അന്ന് ഈ നാമജപ ഘോഷയാത്രയായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യം രംഗത്തിറങ്ങിയത് NSS-ആണ്. പെരുന്നേലാണ്, ചങ്ങനാശ്ശേരിയിലാണ് ആദ്യത്തെ ജാഥ നടക്കുന്നത്. നായന്മാരാണ് ഇറങ്ങിയത്, നായർ സ്ത്രീകളാണ് ഇറങ്ങിയത്. പിന്നീടാണ് ഹിന്ദു സമൂഹം പിന്നാലെ വന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത ഒരു സർക്കാരിനോട് എങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നു എന്നാണ് ഇവരും കേരളത്തിലെ നായർ സമുദായത്തിൽപ്പെട്ട ആളുകളും ചോദിക്കുന്ന ചോദ്യം. ഇതിനിടയ്ക്ക് പുതിയൊരു വാർത്ത വരുന്നു. സുകുമാരൻ നായരെ ഇപ്പുറത്തോട് സമദൂരത്തിൽ നിന്ന് ഇടതു ദൂരത്തിലേക്ക് ചാടിക്കാൻ വേണ്ടി ചർച്ചകൾ നടത്തിയ ട്രബിൾ ഷൂട്ടർ സംഘം അദ്ദേഹത്തെ കണ്ടിട്ട് ഈ ധനലക്ഷ്മി ബാങ്ക് വിവാദത്തിൽ നടപടി ഉണ്ടാവത്തില്ല, പോലീസ് കേസെടുക്കത്തില്ല തുടങ്ങിയ ഉറപ്പുകൾ കൊടുത്തു. അതുകൂടാതെ അദ്ദേഹത്തിന് ഈ മക്കളോടുള്ള സ്നേഹം വളരെ വലിയ സ്നേഹമാണ്. അതെ. അതുകൊണ്ട് ഒരു സർവകലാശാലയുടെ VC ആക്കി ഒരു മകളെ മാറ്റാൻ പറ്റുമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു, നടന്നില്ല. കോളേജ് അധ്യാപിക വരെ ആക്കി, അത് പറ്റിയില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഓഫറുള്ളത്, ചോദിക്കുന്ന സ്ഥലത്ത് മകൾക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാം എന്നൊരു ഉറപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് എന്ന് കരക്കമ്പിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ്? നിയമസഭ എന്തിനു കുഴപ്പം? വീണ ജോർജിന് സീറ്റ് കിട്ടില്ല. വീണ ജോർജ് സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ ഭാര്യ ആയതുകൊണ്ട് സീറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ക്രൈസ്തവ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുടെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കാമെങ്കിൽ കേരളത്തിലെ നായന്മാരുടെ പോപ്പിൻ്റെ മകൾക്കൊരു സീറ്റ് കൊടുത്താൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പോൾ CPM-ൻ്റെ കൂടെ NSS വന്നു, SNDP നേരത്തെ കൂടെ ഉണ്ടല്ലോ. ഇന്നിപ്പോൾ ഈ സമസ്തയുടെ പത്രം സുപ്രഭാതം ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. എഡിറ്റോറിയൽ ഊടുപാട് പിണറായി ചിത്ത പറയുക, അയ്യപ്പ സംഗമം നടത്തിയത് ഒരു മതേതര സർക്കാർ ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് മാത്രമല്ല, കേരളത്തിലെ കടുത്ത വർഗീയവാദിയായ മുസ്ലിം വിരുദ്ധ ആവർത്തിച്ച് പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിക്കൊണ്ട് പമ്പയിൽ സംഗമത്തിന് വന്നത് വഴി നൽകുന്ന സന്ദേശം എന്താണ്? ഒപ്പം യോഗി ആദിത്യനാഥിൻ്റെ കത്ത് വായിക്കുകയും ചെയ്തു. അപ്പോൾ CPM പക്കാ ഹിന്ദുയിസം കളിക്കുകയാണ്. സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നു? ഇതൊരു ചോദ്യമാണ്. അപ്പോൾ വേറൊരു കഥ ഞാൻ പറയാം. 1-2 മാസങ്ങൾക്ക് മുമ്പ് സുകുമാരൻ നായർ വീണ് കാലിന് പരിക്ക് പറ്റി പെരുന്നയിലെ മന്നം മിഷൻ ആശുപത്രിയിലുണ്ടായിരുന്നു. അത് ആ സമയത്ത് എനിക്കറിയാമായിരുന്നു.
പക്ഷെ നമ്മളപ്പോൾ അതേക്കുറിച്ച് സംസാരിച്ചില്ല. കാരണം ഒരാൾക്ക് സുഖമില്ലാതെ വരുമ്പോഴൊക്കെ നമ്മൾ അതൊന്നും വാർത്തയാക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അവിടെയായിരുന്നു. അവിടെ ഒരു ദിവസം, ഇത് കഥയാണ്, തുഷാർ വെള്ളാപ്പള്ളി, BDJSൻ്റെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളി സുകുമാരൻ നായരെ കാണാൻ പോയി. ഇവർ രാമലക്ഷ്മണന്മാർ എന്ന് പറഞ്ഞൊരു ഉടക്കി പിരിഞ്ഞതിന് ശേഷം കാണാൻ പോയിട്ട് തുഷാറിൻ്റെ ഫോണിൽ നിന്ന് വെള്ളാപ്പള്ളി വിളിക്കുകയും സുകുമാരൻ നായരുമായിട്ട് സംസാരിക്കുകയും ചെയ്തു എന്നും ഒരു കഥയുണ്ട്. അതിനുശേഷം 2 or 3 തവണ തുഷാർ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും കണ്ടുവന്നോ സംസാരിച്ചു എന്നോ ഒക്കെ കഥയുണ്ട്. അപ്പോൾ ഏതായാലും NSSഉം SNDPയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരുന്നു എന്ന് ഇത് കേൾക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? പിണറായിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. എന്നുവെച്ചാൽ വീണ്ടും ഒരു സർക്കാർ വരിക എന്നുള്ള ചില ലക്ഷ്യങ്ങളിലേക്ക് ഒരു പിന്തുണ. അങ്ങനെ വേണം. അത് സുകുമാരൻ നായർ ആലോചിക്കുന്നതൊരു കാര്യമുണ്ട്. അടുത്ത പ്രാവശ്യം UDFന് അധികാരം കിട്ടി നിൽക്കട്ടെ, നിർണായക സ്ഥാനം ആർക്കായിരിക്കും ഭരണത്തിൽ? മുസ്ലിം ലീഗ് ആയിരിക്കും. മുസ്ലിം ലീഗ് അങ്ങനെ വലിയ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ പിന്നെ ഹിന്ദു സംഘടനയ്ക്ക് എന്ത് പ്രാധാന്യം? NSSന് അവിടെ റോഡില്ല. മറ്റേത് ഈ UDF നേതാക്കൾ എപ്പോഴും ഈ NSSന്റെ ഓഫീസിൽ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് കാറ്റുള്ളപ്പോൾ കാറ്ററിഞ്ഞ് തൂറ്റുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ. എന്നാൽ പിന്നെ നമുക്ക് 2 കൂട്ടർക്കും ഗുണം ഇതാണെന്ന് കേരളത്തിലെ 2 പ്രമുഖ സമുദായ സംഘടനകളുടെ നേതാക്കന്മാർ തീരുമാനിച്ചു എന്നും കഥകളുണ്ട്. ഇത് കഥകളാണ്. അപ്പം ഹിന്ദു പാർട്ടിയായിട്ട് CPM മാറുകയാണ്. അപ്പോൾ കാലങ്ങളായിട്ട് ഇതൊരു ഹിന്ദു പാർട്ടിയാണെന്നുള്ള അത് നഷ്ടപ്പെട്ടു പോയെന്ന് തിരിച്ചറിഞ്ഞു. മാത്രമല്ല BJP ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് ഒഴുകും. കാരണം ഈ മുസ്ലിങ്ങളുടെ കൂടെ നടന്നിട്ട് ഒരു കാര്യമില്ല. അവർ സമയമാകുമ്പോൾ UDFനെ വോട്ട് ചെയ്യത്തുള്ളൂ എന്ന് കൃത്യം അവർക്ക് വേണം. പാർട്ടി സ്ഥാനങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ പാർട്ടി ചേരും. അപ്പോൾ മുസ്ലിം പ്രീണനം കൊണ്ട് വലിയ നഷ്ടമുണ്ടായി എന്ന് CPM തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി സുകുമാരൻ നായരെ പിടിക്കണം, വെള്ളാപ്പള്ളിയെ പിടിക്കണം, ഇനി ആരെയൊക്കെ പിടിക്കും അവരെയൊക്കെ പിടിക്കണം. ഹിന്ദു പാർട്ടി ആവണം. BJPക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ വോട്ടുകൾ മുഴുവൻ BJPക്ക് പോകുന്ന സ്ഥിതി തടയണം. ഇതാണ് ഇപ്പോൾ CPM വളരെ വിദഗ്ധമായി കളിച്ചുകൊണ്ടിരിക്കുന്ന കളി. അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ കേരളത്തിലെ സമാദരണീയരായ 2 സമുദായത്തിൻ്റെ നേതാക്കന്മാർ തയ്യാറായോ ഇല്ലയോ എന്നതാണ് ആ സമുദായത്തിൽപ്പെട്ട ആളുകൾ ചിന്തിക്കേണ്ടത്. അപ്പം സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം സുകുമാരൻ നായരെക്കുറിച്ച് ആക്ഷേപങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ NSSൻ്റെ ജനറൽ സെക്രട്ടറിയെ ഒരു കാലത്ത് നീക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഒരു സിസ്റ്റം, ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് എന്ന് പറയുന്നത് എൻ്റെ രാജ്യസഭ പോലെയാണ്. കുറേ ആളുകൾ ഇങ്ങനെ വന്നു പോയിരിക്കും. അപ്പോൾ അവർക്ക് ഒരിക്കലും ഈ വരുന്ന ആളുകൾ മുഴുവൻ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്ന ആളുകളെ തിരഞ്ഞെടുത്ത് വരത്തുള്ളൂ. നേരത്തെ പഴയ നമ്മുടെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിൻ്റെ അച്ഛനായിരുന്ന പഴയ മന്ത്രി ബാലകൃഷ്ണപിള്ള അറിയാവുന്ന NSSൻ്റെ ആളായിരുന്നു. ബാലകൃഷ്ണപിള്ള ഒരിക്കൽ NSS ഡയറക്ടർ ബോർഡിലേക്ക് ജയിച്ചു. പുള്ളിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. വീണ്ടും ജയിച്ചു, അപ്പോഴും റദ്ദാക്കി. വീണ്ടും ജയിച്ചു, അപ്പോഴും റദ്ദാക്കി. ജനാധിപത്യപരമായ ആളുകൾ വോട്ട് ചെയ്ത് ജയിച്ചപ്പോൾ അത് റദ്ദാക്കി. അവസാനം പിന്നെ പുള്ളി കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് ഡയറക്ടർ ബോർഡിൽ വരാൻ പറ്റും. ഇതാണ് NSSൻ്റെ ഒരു സിസ്റ്റം. NSSൻ്റെ ഈ കരയോഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാം ഒരേ സമയത്തല്ല, പലപ്പോഴാണ് നടക്കുന്നത്. അതുകൊണ്ട് ഓരോ കരയോഗത്തിലും ആര് വരണമെന്ന് നേതൃത്വത്തിൽ തീരുമാനിക്കാൻ കഴിയും. അതായത് മുമ്പൊരിക്കലും എന്നോട് ഒരാൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരുപാട് സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. അദ്ദേഹം ഒരാളൊരു കഥ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് 150 വീടുകളാണ് ഉണ്ടായിട്ട്. 150 വീടുകൾ ഉണ്ടായിട്ട് അവിടെ തെരഞ്ഞെടുപ്പിനുള്ള നടപടിയൊക്കെ ആരംഭിച്ചപ്പോൾ ഒരു സംഘം ബദലായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് കഴിഞ്ഞ് പുതിയ വോട്ടർ പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ എന്നറിയാം 150 വോട്ടർമാർ 450 എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ സാധാരണ ഒരാൾക്ക് മെമ്പർഷിപ്പ് ഉള്ളത്. പക്ഷേ ഈ 150 വീട്ടിൽ നിന്നും എന്ത് ചെയ്യുന്നറിയോ, എല്ലാവരും 3-4 പേരെ അങ്ങ് മെമ്പർഷിപ്പ് ചേർത്ത്. അപ്പോൾ മറ്റേ എതിർ ടീമിനുള്ള പണിയാകും. അപ്പോൾ വീട്ടിൽ അച്ഛന് മാത്രം മെമ്പർഷിപ്പ്, മകനെയും ഭാര്യയും കൊണ്ടുകൂടെ മെമ്പർഷിപ്പ് പിടിക്കും, ഭാര്യയും മകനെയും കൊണ്ട് മെമ്പർഷിപ്പ് പിടിക്കും. അങ്ങനെ 3-4 പേരെ കൊണ്ടൊക്കെ മെമ്പർഷിപ്പ് പിടിപ്പിച്ച് വോട്ടർ പട്ടിക 150 എന്നുള്ള നോക്കണം. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്നത് വോട്ടർ പട്ടിക പൂർത്തിയാക്കി കഴിഞ്ഞതാണ്. 150 പേരുടെ വോട്ടർ പട്ടികയായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളും വന്നു. ഉടനെ അത് ക്യാൻസൽ ചെയ്ത് അത് ഞാൻ മായ്ച്ചു കളഞ്ഞു കേട്ടോ. ആദ്യമായിട്ട് തുടങ്ങാമെന്ന് പറയും, പുതിയ വോട്ടർ പട്ടിക ഉണ്ടാക്കി. എന്നിട്ട് ആ തെരഞ്ഞെടുപ്പിൽ എനിക്കറിയാവുന്ന ഒരാൾ അതിലേക്ക് ഒരു യൂണിയൻ കമ്മിറ്റിയിലൊക്കെ മറ്റോ ജയിച്ചു വന്നു. അത് അവർക്ക് അത്ഭുതമായിപ്പോയി. ഇത്രയും മറ്റേ പാനൽ തോറ്റുപോയി, ബദൽ പാനൽ വന്നത് തോറ്റുപോയി, ഒരാൾ മാത്രം ജയിച്ചു. എന്നിട്ട് ഇദ്ദേഹം അപ്പോൾ ഇത് ഇങ്ങനെ ഒരാൾ നേതൃത്വം മുന്നോട്ട് വെച്ച, സംസ്ഥാന നേതൃത്വം പെരുന്ന മുന്നോട്ട് വെച്ച പാനലിനെതിരെ ഒരാൾ ജയിച്ചു വന്നു എന്നുള്ളത് കേരളം മുഴുവൻ ചർച്ചയായി. അങ്ങനെ ഇതൊരു സാധുവായ മനുഷ്യനാണ്, എനിക്കറിയാം, ആ പേര് ഞാൻ പറയുന്നില്ല. വളരെ സാധുവായ ഒരു മനുഷ്യൻ, വളരെ സ്നേഹനിധിയായ ഒരു മനുഷ്യൻ. അദ്ദേഹം വൈക്കത്ത് ഒരു കല്യാണത്തിന് പോയി കഴിയുമ്പോൾ അവിടെ ഇരുന്ന ആളുകളൊക്കെ വെടിവെട്ടം പറയാം. അപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ എന്തായാലും വലിയ സംഭവമായി കിട്ടും. അവിടെ എങ്ങനെ ഒരാൾ ജയിച്ചു ഉടനെ ഈ പുള്ളി നിൽക്കുമ്പോഴത്തേക്ക് അവിടെ ഒരാൾ അതെങ്ങനെ ജയിക്കാതിരിക്കുക, അവനെ എല്ലാവർക്കും പേടി, അവൻ ആ നാട്ടിലെ അറിയപ്പെടുന്ന ഗുണ്ടയാണത്.
അങ്ങനെയാണല്ലേ? അങ്ങനെ പറഞ്ഞു. എന്നോട് പറഞ്ഞാണ് ഈ പുള്ളിയാണ് ഒരു അശ്വമാത്രനായ ഒരു മനുഷ്യൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് തമാശയല്ല. അപ്പോൾ NSSനെ സംബന്ധിച്ച് NSSൽ ഒരിക്കലും നേതൃത്വത്തെ മാറ്റാൻ പറ്റില്ല, വലിയ പാടാണ്. SNDP അങ്ങനെയാണ്. കാരണം ആരൊക്കെ വോട്ടർമാരായിട്ട് പോകണമെന്ന് അവരാ തീരുമാനിക്കുന്നത്. പിന്നെ ഇങ്ങനെ SN ട്രസ്റ്റിലാണെങ്കിൽ ഒരു കാരണം, കാരണം അവിടെ 1 ലക്ഷം രൂപയോ മറ്റോ മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്ക് വോട്ടവകാശമുള്ളത്. അതിപ്പോൾ ഭൂരിപക്ഷം ഇപ്പോഴും ഭരിക്കുന്നവർക്ക് അനുകൂലമാണ്. അപ്പോൾ ഇവരെ മാറ്റുക എന്നുള്ളതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇവർ രണ്ടുപേരും SNDP സംബന്ധിച്ചിടത്ത് SNDP ഇത്രമേൽ ആരോപണ വിധേയമായി മാറിയിട്ടില്ല. കാരണം ഒന്നുമില്ലെങ്കിൽ അവിടെ BDJS ഉണ്ട്, പാർട്ടി എടുക്കുന്ന നിലപാടുണ്ട്, പ്രീതി ചേച്ചി എടുക്കുന്ന നിലപാടുണ്ട്. ജനറൽ സെക്രട്ടറി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശൻ മുൻപും ശബരിമല ആചാര സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടല്ല, സർക്കാരിന് അനുകൂലമായിട്ടാണ് നിലപാടെടുത്തത്. അദ്ദേഹത്തിൻ്റെ നിലപാട് മാറി, അദ്ദേഹം ആ നിലപാടിൽ തന്നെ തുടരുകയാണ്. പക്ഷേ നിലപാട് പെട്ടെന്ന് മാറ്റിയത് ഓന്ത് മാറുന്നത് പോലെ മാറ്റിയത് ആരാണ്? NSS ആണെന്ന് അവർ പറയുന്നത്. എനിക്കറിയാമില്ല. പിന്നെ ഈ അഭിപ്രായം ഇരുമ്പുലക്കൊന്നുമല്ല, NSSനും മാറ്റാം.